പക്ഷേ സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമാണ് അഖിലിൻ്റെത് എന്നതിൽ സംശയമില്ല. അതിൽ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം 2019 അനന്തു വധക്കേസിലെ പ്രതികൾ തന്നെയാണ് ഈ ക്രൂരമായ കൊലപാതകവും നടത്തിയത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഈ കൊലപാതകത്തിന് ശേഷം ഉടൻ തന്നെ പോലീസ് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട്ടിലടക്കം വ്യാപകമാക്കിയിരുന്നു. അതോടൊപ്പം ഈ പ്രതികൾ സഞ്ചരിച്ച അനീഷിന്റെ വാഹനം പോലീസ് തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വാഹനം ഓടിച്ച അനീഷ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എങ്കിൽ പോലും ഈ വാഹനം ഓടിച്ച അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ മുഖ്യപ്രതിയായിട്ടുള്ള അഖിൽ അപ്പുവിലേക്ക് പോലീസ് എത്തിയത്. മറ്റ് രണ്ട് പ്രതികൾ, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് പ്രതികളെ കൂടിയാണ് ഇനി പോലീസിന് കിട്ടാനുള്ളത്. വിനീഷ്, സുമേഷ് എന്നീ പ്രതികളാണ് ഇനി പിടിയിലാകാനുള്ളത്. അവർക്ക് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം തമിഴ്നാട്ടിലടക്കം പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ അഖിൽ അപ്പുവിനെ ഫോർട്ട് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യും. ചില സുപ്രധാന വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ മറ്റ് ഒളിവിലുള്ള പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഈ ഓരോ പ്രതികളെ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളെല്ലാം തന്നെ മാറ്റിയിരുത്തി വെവ്വേറെ ചോദ്യം ചെയ്യും. അങ്ങനെ വിശദമായ മൊഴിയെടുപ്പ് അതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പോലീസിന് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിൽ ശാസ്ത്രീയ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസിന് നടത്തേണ്ടതുണ്ട്. അതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് മറ്റ് രണ്ട് പ്രതികളെ കൂടി പിടികൂടുക എന്നതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള ഒളിവിലുള്ള പ്രതികളെ പറ്റിയും സൂചന ലഭ്യമായി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായി തുടങ്ങിയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവരിലേക്ക് എത്താൻ ഇത്ര കാലതാമസം ഉണ്ടാകുന്നത്? മറ്റൊരു കാര്യം, 2019 സമാനമായി അഖിലിനെ കൊന്നതുപോലെ തന്നെ അനന്തുവിനെയും കൊന്നിട്ടുള്ള ക്രിമിനലുകളാണ് ഇപ്പോൾ ഈ കേസിലും പ്രതികളായിരിക്കുന്നത്. ഇവരുടെ മറ്റ് വിവരങ്ങൾ, ഇവർക്കെതിരെ അതായത് മറ്റു കേസുകൾ, ക്രിമിനൽ കേസുകൾ, ഇവരുടെ മറ്റ് രീതികൾ, പ്രവൃത്തികൾ, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? പക്ഷേ 2019 ഈ കരമനയിൽ വെച്ച്, നീറമൺകരയിൽ വെച്ച് അനന്തുവിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അതായത് ബൈക്കിൽ ഈ അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഒരു കാട്ടിൽ എത്തിച്ച്, ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് എത്തിച്ച് തേർവാഴ്ച നടത്തുകയായിരുന്നു ഈ പ്രതികൾ എന്നുള്ളതാണ്. കാരണം അതിക്രൂരമായിട്ടായിരുന്നു കൊലപാതകം. ഞരമ്പ് മുറിച്ച് ക്രൂരമായി മർദ്ദിച്ച് കല്ലും കട്ടയും ഒക്കെ എടുത്ത് ദേഹത്ത് അതിക്രൂരമായി മർദ്ദിച്ച ശേഷമായിരുന്നു ആ കൊലപാതകം. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട തേർവാഴ്ചയ്ക്കൊടുവിലായിരുന്നു ആ കൊലപാതകം നടത്തിയത്. അതിനുശേഷം ഈ പോലീസ് നടപടികളൊക്കെ ആയി നടന്നു വരികയായിരുന്നു. പക്ഷേ വിചാരണ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ കോടതിയിൽ നിന്നും ഈ ജയിലിൽ നിന്നും ഈ പ്രതികൾ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഇലക്ഷൻ ദിവസമായിരുന്നു ഈ ബാറിൽ വെച്ച് ഈ മരിച്ച അഖിലുമായി പ്രതികളിൽ ഒരാൾ ബഹളമുണ്ടാക്കിയത്, വഴക്കുണ്ടാക്കിയത്. അതിന് ശേഷം ഈ പ്രതികൾ അഖിലിനെ അന്വേഷിച്ച് അഖിൽ എവിടേക്ക് പോകുന്നു, അഖിലിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു രീതിയിലേക്ക് പ്രതികൾ എത്തുന്നു. അങ്ങനെ വീട്ടിലെത്തിയായിരുന്നു അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതികൾ കടന്നത്. ഉടൻ തന്നെ പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അന്വേഷണത്തിൽ അത് കൃത്യമായി തന്നെ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞു. അതിനുശേഷം പ്രതികളിലേക്ക് എത്തുന്നതിന് വേണ്ടി പോലീസിന് പെട്ടെന്ന് തന്നെ സാധിച്ചു. ഇനി പിടിയിലാകാനുള്ള രണ്ട് പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ, അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇന്ന് ഒക്കെ തന്നെ ഒരു പക്ഷേ മറ്റ് രണ്ട് പ്രതികളെ കൂടി പിടികൂടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് അടക്കം കടന്നുവെങ്കിൽ പോലും പോലീസിന് കൃത്യമായി അവരെ ട്രേസ് ചെയ്യാനും പിടിക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ രണ്ട് പ്രതികൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട്. അവരെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഈ പിടിയിലായ പ്രതികളിൽ നിന്നടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മുഖ്യപ്രതികളെ കൂടാതെ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള 3 പേർ കൂടി ഇന്ന് പിടിയിലായിരുന്നു. ഈ സംഭവത്തിൽ ആസൂത്രിതമല്ല ഈ കൊലപാതകം തരത്തിലുള്ള പ്രതികരണമായിരുന്നു ആദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. പോലീസ് എന്തൊക്കെയാണ് ഈ 2 ദിവസം കഴിയുമ്പോൾ പോലീസ് എന്തൊക്കെയാണ് ഈ കൊലപാതകത്തെ പറ്റി, ഗൂഢാലോചനയെ പറ്റിയൊക്കെ പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇനി എത്ര പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേസിൽ? പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി രണ്ട് പ്രതികൾ കൂടി മാത്രമേ ഈ കേസിൽ പിടിയിലാകാൻ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ 3 പേരാണ് അഖിൽ,
അഖിൽ എന്ന് വിളിക്കുന്ന അപ്പു, അതോടൊപ്പം തന്നെ ഇനി പിടിയിലാകാനുള്ള വിനീഷ്, സുമേഷ് എന്നിവരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഈ ഗൂഢാലോചനയിൽ ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച പ്രതികൾ, അതോടൊപ്പം തന്നെ ഈ പ്രതികളെ ഈ സ്ഥലത്തേക്ക് വാഹനത്തിൽ എത്തിച്ച അനീഷ്, ഈ വാഹനം അവിടെ നിന്നും ഈ വാടകയ്ക്ക് എടുക്കാൻ സഹായിച്ചതൊക്കെ തന്നെ അനീഷാണ്. അത്തരത്തിൽ ഈ പ്രതികളെ സഹായിച്ചവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള മറ്റ് 3 പേരും. ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് 3 പേരാണ്. ആസൂത്രിതമല്ല ഈ കൊലപാതകം എന്നുള്ളതാണ് പോലീസ് ആദ്യം മുതൽ തന്നെ പറയുന്നത്.